രുചി വൈവിധ്യങ്ങളാൽ നിങ്ങളുടെ മനസ്സിനെ കീഴടക്കാൻ സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര. കാൽനടയാത്രയ്ക്ക് പോലും വഴിയില്ലാതെ ഇരുന്നും നിരങ്ങിയും ജീവിതം തള്ളി നീക്കി 5 കുടുംബങ്ങൾ. ചേലക്കര പഞ്ചായത്തിലെ 20-ാം വാർഡിലാണ് ഈ ദുരവസ്ഥ. വാഹന ഗതാഗതത്തിന് സാധ്യമായ റോഡുകൾ ഇല്ലാത്ത സ്ഥലങ്ങൾ കുറവായ ഇക്കാലത്ത് നടക്കാൻ പോലും വഴിയില്ല എന്ന് കേൾക്കുമ്പോൾ മൂക്കത്ത് വിരൽ വെക്കാതെ നിർവാഹമില്ല. കഴിഞ്ഞ മഴക്കാലത്താണ് ഈ കുടുംബങ്ങൾ ഉപയോഗിച്ചിരുന്ന നടവഴിയുടെ വശമിടിഞ്ഞ് യാത്രായോഗ്യമല്ലാതായത്. ഇടിഞ്ഞു പോയപ്പോൾ ഞാൻ പഞ്ചായത്തിൽ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ആൾക്കാർ അത് നോക്കി അതിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്തത്. വന്നപ്പോൾ പറഞ്ഞു ഈ വഴി 11 അടി ഹൈറ്റും മുകളിൽ 50 സെൻറ്റിമീറ്ററും ശരിയെന്ന് പറഞ്ഞിട്ടാണ് JCB കൊണ്ട് ഇവിടെ പൊളിച്ചത്. പിന്നെ ഇപ്പോൾ നോക്കിയപ്പോൾ ഇതിങ്ങനെ പൊളിച്ചിട്ടിറക്കുകയാണ്. പിന്നെ ശരിയാക്കാൻ പറയുമ്പോൾ അവർ പറയുന്നു പിന്നെ ശരിയാക്കാം, പിന്നെ ഫണ്ടില്ല, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഒഴിവ് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ്. ഇതുവരെ അതിനൊരു നടപടി ഉണ്ടായിട്ടില്ല. നമുക്ക് നടന്നു പോകാനൊരു വഴി വേണം. കഴിഞ്ഞ ഭരണസമിതിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതിനിധാനം ചെയ്തിരുന്ന വാർഡായിരുന്നു ഇതെന്നും CPM നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ച് പ്രശ്നപരിഹാരം നിർദ്ദേശിച്ചെങ്കിലും അത് വാക്കിലൊതുങ്ങുകയായിരുന്നുവെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു. ഉണ്ടായിരുന്ന പൊതുവഴി നഷ്ടപ്പെട്ട് 5 കുടുംബങ്ങൾ വഴിയില്ലാതെ മാസങ്ങളോളായിട്ട് ബുദ്ധിമുട്ടുകയാണ്. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ്റെ മുന്നെയാണ് ഈ ഉണ്ടായിരുന്ന വഴി അവർ പുതുക്കി പണിയാ എന്ന് ഞങ്ങളോട് ഉറപ്പ് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞങ്ങളിത് സമ്മതിച്ചു കൊടുത്തത്. പക്ഷേ പണി കഴിഞ്ഞപ്പോൾ അത് അവർക്കുള്ള സൗകര്യത്തിനായി മാത്രം ഒരുക്കി അവർ. പ്രസിഡൻറ്റും ബാക്കിയുള്ള മെമ്പർമാരും ഉൾപ്പെടെ വന്നിട്ടാണ് ഈ വഴി ഇങ്ങനെ ആക്കിയത്. പിന്നീട് അവരോട് പറഞ്ഞപ്പോൾ അവർക്ക് യാതൊന്നും അറിയില്ല, ഇതിനെപ്പറ്റിയൊന്നും അറിയില്ല എന്നാണ് അവർ പറയുന്നത്. ഈ വയസ്സായ ഈ 3-4 ആൾക്കാർ ഇവിടെ ഉള്ളതും ഒരു സുഖമില്ലാത്ത ഒരാളുമുള്ള ഈ പൊതുവഴിയാണ് ഇപ്പോൾ ഈ നിലയ്ക്ക് ആക്കിയിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിനെക്കുറിച്ച് ആരോട് ചോദിച്ചാലും ആർക്കും ഇതിനെപ്പറ്റി അറിയില്ല. പിന്നെ ഇങ്ങനെ ഒരു ഫണ്ട് ഇത് എവിടെ നിന്നുള്ള ഫണ്ടാണ് എന്താണെന്ന് ഇതിനെക്കുറിച്ചൊരു വിവരവുമില്ല. ഈ ഫണ്ട് ഒരു കാരണവശാലും ഇവിടെ പാസ്സാക്കാൻ പാടില്ലാത്ത ഒരു ഫണ്ടായിരുന്നു. അത് പിന്നീടാണ് ഞങ്ങൾ അറിഞ്ഞത്. ഇന്ന് അതൊരു ഉപകാരത്തിൽ പെട്ടു അതും ഇല്ല. ഇപ്പം ഞങ്ങൾ ഈ 3-5 വീട്ടുകാർ വഴിയില്ലാതെ ആകെ ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പടുക്കെ യാത്രായോഗ്യമായ വഴി ശരിയാക്കി തരാതെ വോട്ട് ചെയ്യില്ലെന്ന് അറിയിച്ചതിനെ തുടർന്ന് പ്രശ്നപരിഹാരത്തിനായുള്ള പ്രവർത്തികൾ തുടങ്ങിയെങ്കിലും പൂർത്തിയാക്കാതെ പാതി വഴിയിൽ നിർത്തിവെക്കുകയാണുണ്ടായതെന്നും പരാതി. എൻ്റെ ചെറുപ്പം ഒരു 10-76 വയസ്സ് പ്രായമായിരിക്കും. അതിൻ്റെ മുമ്പുള്ളതാണ് ഈ ഇടവഴി നിലവിലുള്ളത്. ആ വഴി ഇപ്പോൾ കുറേ കാലമായിട്ട് ഒറ്റകിരിഞ്ഞ് പൊളിഞ്ഞ് നാശായി കിടന്നായിരുന്നു. അതിന് പരാതി പറഞ്ഞിട്ടും നേരെയാക്കിയിരുന്നില്ല. ഇതേവരെ അവർ അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചില്ല. പിന്നെ ഇപ്പോൾ വന്ന് പറയണത് എന്താ വെച്ചാൽ ഈ സൈഡിൽ ഇപ്പോൾ ഇടിഞ്ഞ് പൊളിഞ്ഞത് കെട്ടി മാധവേട്ടന് വീട്ടിലേക്ക് വഴി ആയില്ല തന്നെ. അപ്പോൾ എനിക്ക് മാത്രം വഴി ആയതുകൊണ്ടൊരു കാര്യമില്ല. മഴ പെയ്തഞ്ഞപ്പോൾ പോകാൻ പറ്റില്ല. ഇവിടെ ഇടിഞ്ഞ് വീണ് ആകെ തർപ്പണമാവും. വയസ്സായ ആൾക്കാർ ഇതാ ഒരു 90 വയസ്സായ ഒരാൾ, 80 വയസ്സായ ഒരാൾ, പിന്നെ സുഖം വയ്യാത്തൊരു കുട്ടി, പിന്നെ ഇപ്പോൾ ഒന്ന് ഞാൻ ശ്വാസം മുട്ടും ഇതൊക്കെ ആയിട്ട് നടക്കണം. ഞാൻ പിള്ളേർ സ്കൂളിൽ പോകുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ട്. ഈ തള്ളാണിച്ച് അവിടെ ഇറങ്ങി വന്നിട്ട് നമുക്കത് കാണുമ്പോൾ പേടി. നിലവിൽ ഏണിവെച്ചും നിരങ്ങിയും വേണം തങ്ങൾക്ക് വീടുകളിലെത്താനെന്നാണ് പ്രദേശത്തെ കുടുംബങ്ങൾ പറയുന്നത്. വാർഡ് വിഭജനത്തെ തുടർന്ന് സ്ഥലം ഇപ്പോൾ 20-ാം വാർഡിലാണെന്നും പ്രായമായവരും വിദ്യാർത്ഥികളുമടക്കം ഈ വഴിയെയാണ് ആശ്രയിക്കുന്നതെന്നും അത്യാവശ്യ ഘട്ടങ്ങളിൽ ആശുപത്രിയിൽ പോകാൻ പോലും കഴിയാതെ ദുരിതം പേറുകയാണ് തങ്ങളെന്നും ജനങ്ങൾ പരാതിപ്പെടുന്നുണ്ട്. എത്ര ദിവസമായി? ഒരു 2 മാസം 3 മാസത്തോളമായി ആശുപത്രി പോയിട്ട് കയ്യും കാലും ഇടിയല്ലേ. എന്താ ചെയ്യാ? ഇക്കാര്യം പുതിയ ഭരണസമിതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും ഒരു തിരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കെ വോട്ട് ചോദിക്കാൻ വരുന്നവരോട് തങ്ങൾക്ക് നടക്കാനെങ്കിലും ഒരു വഴി യാഥാർത്ഥ്യമാക്കി തരണമേ എന്ന അഭ്യർത്ഥനയുമായി കാത്തിരിക്കുകയാണ് ഈ കുടുംബങ്ങൾ. രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര. ഇന്ത്യൻ, അറബിക്, ചൈനീസ് വിഭവങ്ങളും ജ്യൂസ്, ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും. ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും.
കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു. കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് MSN ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നൂർക്കര. ഫോൺ 9447 062266.